ഈ വെർട്ടിൻ ഇടയ്ക്കിടയ്ക്ക് എടുക്കുന്നുണ്ട് എന്നുള്ളത്. വെർട്ടിൻ ഈസ് ആക്ച്വലി എ വെരി ഗുഡ് ഡ്രഗ്. വെർട്ടിനും സ്റ്റുജറോണും ഇതാണ് സാധാരണ ഇതൊക്കെ മിക്കവാറും എല്ലാവരും തലകറക്കം വരുമ്പോൾ ഒന്നുകിൽ മെഡിക്കൽ ഷോപ്പിൽ പോയിട്ടോ ഇല്ലെങ്കിൽ സാധാരണ ഒരു ഡോക്ടറെ അടുത്ത് പോകുമ്പോഴോ വേഗം ആദ്യം തരുന്നത് ഈ വെർട്ടിൻ ഓർ സ്റ്റുജറോൺ. നല്ല മരുന്നുകളാണ്. പണ്ട് ഞങ്ങളൊക്കെ പഠിക്കുന്ന സമയത്തും ഇത് തന്നെയായിരുന്നു സ്റ്റാൻഡേർഡ് കെയർ ഓഫ് ട്രീറ്റ്മെന്റ് ഈ വെർട്ടേഗോ വന്നാൽ. അപ്പോൾ നമുക്ക് കുറച്ച് ലിമിറ്റഡ് ഇൻഫർമേഷൻ ആയിരുന്നു അറിയുന്നുണ്ടായിരുന്നു. ഇപ്പം നമുക്ക് ഒരുപാട് റിസർച്ചും ഒരുപാട് പബ്ലിക്കേഷനൊക്കെ നമുക്ക് അവൈലബിൾ ആണ്. അപ്പോൾ നമുക്ക് ഇതിന്റെ കുറച്ചുകൂടി പിൻ പോയിന്റ് ചെയ്യാനായിട്ട് റീസൺസ് നമുക്ക് മനസ്സിലാകാൻ തുടങ്ങി. നമ്മുടെ ഡിപ്പാർട്ട്മെന്റിൽ ഈ വെർട്ടിൻ ഓർ സ്റ്റുജറോൺ വളരെ വിരളമായിട്ട് നമ്മൾ ഉപയോഗിക്കുന്നുള്ളൂ, വെരി റയർലി. കാരണം അതില്ലാതെ നമുക്ക് മാറ്റാൻ പറ്റുന്ന ഒരുപാട് കാര്യങ്ങളുണ്ട്. വെർട്ടിൻ നമുക്കൊരു നല്ലൊരു ഇന്നർ ഇയറിന് ഒരു വാസൽ ഡയലേറ്റർ ആണ്, കുറച്ച് ഹെൽപ്പൊക്കെ ചെയ്യുന്നുണ്ട്. തീർച്ചയായിട്ടും അതൊരു ഹെൽപ്പ് ചെയ്യുന്ന ഒരു മെഡിസിൻ തന്നെയാണ്. പക്ഷെ നേരത്തെ പറഞ്ഞതുപോലെയുള്ള ടിപ്പിക്കൽ വെർട്ടേഗോ ആണെങ്കിൽ, അതായത് പൊസിഷണൽ വെർട്ടേഗോ ആണെന്നുണ്ടെങ്കിൽ കാരണമുണ്ട്. അതിൽ കോമൺലി 2 തരം പൊസിഷണൽ വെർട്ടേഗോ ആണ്. ഒന്ന് ക്യൂപ്പുലോലിത്തിയാസിസ്, മറ്റൊന്ന് കനോലോലിത്തിയാസിസ് എന്ന് പറയും. അതായത് നമ്മുടെ ബാലൻസ് നമ്മൾ കൺട്രോൾ ചെയ്യുന്നത് കുറച്ച് ഫൈൻ ക്രിസ്റ്റലോയിഡ് മോളിക്യൂൾസ് സബ്സ്റ്റൻസസ് ഉണ്ട് നമ്മുടെ ഇന്നർ ഇയറിൽ. ദാറ്റ്സ് ഓൾ സ്റ്റാഗ്ഡ് ഇൻ. അതിൻ്റെ മൂവ്മെൻറ്റിനനുസരിച്ചാണ് നമ്മളുടെ പൊസിഷണൽ സെൻസ് നമുക്ക് ബ്രെയിനിലേക്ക് കൊണ്ടുപോകുന്നത്. അപ്പോൾ അതിനകത്ത് 2 പ്രോബ്ലംസ് വരാം. ഒന്ന് അതിൽ ലൈക്ക് പാർട്ട് ഓഫ് ഏജിങ്, മോർ കാൽസിഫിക്കേഷൻ, ഇറ്റ് ക്യാൻ ബിക്കം സ്റ്റിഫ്. അപ്പോൾ കറക്റ്റായിട്ട് സെൻസേഷൻ പോവില്ല. ചില സമയത്ത് ആദ്യത്തെ ഏതെങ്കിലും ഒരു ക്രിസ്റ്റൽസ് ഇതുപോലെയുള്ള സ്മോൾ ക്രിസ്റ്റലോയിഡ് എലിമെന്റ്സ് നമ്മൾ ഡിസ്ലോഡ്ജ്ഡ് ആവും. എന്നിട്ട് അത് ദാറ്റ് വിൽ ഫോൾ ഇൻ ടു ദി സെമി സർക്കുലർ കനാൽസ്. അതിൽ 3 സെമി സർക്കുലർ കനാൽസ് ഉണ്ട്, സുപ്പീരിയർ, പോസ്റ്റീരിയർ ആൻഡ് ലാറ്ററൽ. ഏതെങ്കിലും ഒന്നിലേക്ക് വീണ് കഴിഞ്ഞാൽ അതിനകത്ത് ഫ്ലൂയിഡ് ആണ്. അപ്പോൾ ആ ഫ്ലൂയിഡ് നോർമലി നമ്മൾ ഏതെങ്കിലും പൊസിഷനിൽ നീങ്ങുമ്പോൾ ആ ഫ്ലൂയിഡ് മൂവ് ചെയ്യും. നമ്മൾ നിൽക്കുമ്പോൾ, നമ്മൾ ആ മൂവ്മെന്റ് നിൽക്കുമ്പോൾ ആ ഫ്ലൂയിഡ് മൂവ്മെന്റ്സ് നിൽക്കും. പക്ഷെ ഈ ക്രിസ്റ്റൽ അതിനകത്തോട്ട് ഡിസ്ലോഡ്ജ്ഡ് ആയി വീണിട്ടുണ്ടെങ്കിൽ നമ്മളുടെ മൂവ്മെന്റ് നിന്നാലും ഇറ്റ് വിൽ പ്രൊഡ്യൂസ് എ സ്മോൾ വേവ് ഫോം ഇൻ ദ ഫ്ലൂയിഡ്. അപ്പം നമ്മൾക്ക് അവിടുന്ന് സെൻസേഷൻ പോവും. ഇറ്റ് ഈസ് കണ്ടിന്യൂസ്ലി ഐ എം സ്റ്റിൽ മൂവിങ് എന്നുള്ള ഫാൾസ് സെൻസ് ഓഫ് മൂവ്മെന്റ് വിൽ ബി ട്രാൻസ്മിറ്റഡ് ടു ദ ബ്രെയിൻ.